ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിലാണ്. കഴിഞ്ഞ 2 രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലത്തെ ഞങ്ങളുടെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം സമാധാനപൂർണ്ണമായ രാത്രിയായിരുന്നു. കാരണം രാത്രി വെടിവെച്ചുകളൊന്നും തന്നെ കേൾക്കാനില്ലായിരുന്നു. അതുപോലെ തന്നെ ഷെല്ലിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഈ വെടിനിർത്തൽ കരാർ ലംഘനം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ ജമ്മു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ രാത്രി ഈ അതിർത്തിയിലോ നിയന്ത്രണ രേഖയിലോ ഒരിടത്തും ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായ ഒരിടത്തും ഷെല്ലിംഗ് വെടിവെപ്പോ ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനം നടന്നുവെന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അഗ്നൂർ അതുപോലെ തന്നെ സാംബ മേഖലകളിലായിരുന്നു ഇന്നലെ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് ശേഷം ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായത് എന്ന വാർത്തകളായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ ഈ അഗ്നൂറിലുള്ള സുഹൃത്തുക്കളുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ അവിടെ രാത്രി പൊതുവെ ശാന്തമായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് രാത്രിയോ ഇന്ന് പുലർച്ചെയോ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രകോപനങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ജയലക്ഷ്മി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നതാണ്. ജമ്മുവിലെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ റെഡ് അലേർട്ട് ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇന്നലെ രാത്രി സമ്പൂർണ്ണ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ നഗരം ഇപ്പോൾ വിജനമാണ്. ഒന്നാമത് ഇന്ന് ഞായറാഴ്ചയാണ്. ഈ നിരത്തുകളിൽ നിന്നും തന്നെ ആൾക്കാരും തന്നെ ഇതുവരെയും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞത് ഈ പ്രഭാത സഫാരിക്കൊക്കെ ആയിട്ട് നിരവധി പേർ ഇറങ്ങുന്ന ഒരു നഗരമാണ് ജമ്മു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ആൾക്കാരുടെ സാന്നിധ്യമൊന്നും നമുക്ക് ഈ നഗരത്തിൽ കാണാനൊന്നും വേണ്ടി കഴിയുന്നില്ല. കാരണം അത്രത്തോളം ഈ വിജനമായി തന്നെ കിടക്കുകയാണ്. അപ്പുറത്ത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനമായിരിക്കും ഉണ്ടാകുക എന്ന കാര്യത്തിൽ ആൾക്കാർക്കൊക്കെ പൊതുവെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ നഗരം ഇനിയും ആൾക്കാരൊന്നും തന്നെ പുറത്തേക്ക് വരാത്തത് എന്ന് വേണം കരുതേണ്ടതായി ഉള്ളത്. അതീവ ജാഗ്രതയിൽ തുടരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇന്നലെ രാത്രി ഈ പെട്ടെന്ന് നമ്മുടെയൊക്കെ താമസിച്ചിരുന്ന ഹോട്ടലിലൊക്കെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. പക്ഷേ രാത്രിയൊക്കെ ആയപ്പോൾ അർദ്ധരാത്രിയൊക്കെ ആയപ്പോൾ വൈദ്യുതി തിരിച്ചെത്തി. അതുകൊണ്ട് ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായി പറയാൻ വേണ്ടി നമുക്ക് കൃത്യമായ ഒരു വിവരമില്ല. എന്നിരുന്നാൽ കൂടിയും ഈ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഈ ജമ്മു ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങൾ എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. ജമ്മുവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇന്നലെ ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് ശേഷം അല്ലെങ്കിൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ നഗ്രോട്ടയിൽ സൈനിക ക്യാമ്പിന് സമീപത്ത് ഒരു വെടിവെപ്പ് നടന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അവിടെ ഈ സൈനിക ക്യാമ്പിലേക്ക് അതിക്രമിച്ച് കടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ആ ശ്രമം തടയുന്നതിൻ്റെ ഭാഗമായി ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു. അത് ജമ്മുവിന് വളരെ അടുത്തുള്ള പ്രദേശമാണ്. ആ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു തെരച്ചിൽ നടപടി ഇപ്പോൾ നഗ്രോട്ടയിൽ നടക്കുന്നുണ്ട്. RS-പുരയിലാണ് ഒരു BSF ജവാന് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. പാകിസ്ഥാൻ്റെ ഈ ഷെല്ലിങ്ങിൽ വീരമൃത്യു വരിച്ചത്. അതും നടന്നിരിക്കുന്നത് ജമ്മുവിൽ നിന്ന് 28 കിലോമീറ്റർ അകലെയാണ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജമ്മുവിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ഭയത്തിൻ്റെയും ആശങ്കയുടെയും ഒക്കെ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒരുപക്ഷെ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നഗരം ഈ ഇപ്പോഴത്തെ മാറിയ പരിസ്ഥിതിയോട് പ്രതികരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായി പറയാൻ വേണ്ടി കഴിയുമായിരിക്കും. നോക്കുമ്പോൾ തന്നെ വളരെ വിജനമാണ്. ആളുകളൊക്കെ എപ്പോൾ ഇറങ്ങി തുടങ്ങും അക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത ബാലു പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി നേരം പുലർന്നിട്ടേ അതിൽ നമുക്ക് വ്യക്തത വരികയുള്ളൂ. പക്ഷേ ബാലു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബാലു റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ് അതിഭീകരമായ ദൃശ്യങ്ങളായിരുന്നു. അതായത് വലിയ സ്ഫോടന ശബ്ദങ്ങളും മറ്റുമാണ്. അപ്പോൾ ഇന്ന് പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ അതൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തിന്റെ ദിവസമാണല്ലോ എന്നൊരു തോന്നൽ ബാലു അടക്കമുള്ളവർക്ക് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. കാരണം ആ നാട്ടിലെ ജനങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം ആ ഒരു ശാന്തതയെ വരവേറ്റത്. പക്ഷേ എന്തും ഏത് നിമിഷവും സംഭവിക്കാമെന്നൊരു വലിയ ആശങ്കയും ആളുകൾക്കുണ്ടാകുമല്ലോ. കാരണം മറുവശത്ത് പാകിസ്ഥാനാണുള്ളത്. വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു രാജ്യം. അപ്പോൾ നമ്മുടെ രാജ്യം എല്ലാ സുരക്ഷയും ഒരുക്കി തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇനി സ്ഥിതി വഷളാകില്ല അല്ലെങ്കിൽ ഇനി ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണല്ലേ ബാലു നമ്മൾ മുന്നോട്ട് പോകുന്നത്.
ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു വിശ്വാസം തന്നെയാണ് പൊതുവെ ആൾക്കാർക്കൊക്കെ ഉള്ളത്. പക്ഷേ പാകിസ്ഥാനെ ഒരു കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു ഭാഗത്ത് അവർ സമാധാനം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പ് തന്നെ ഈ ഭീകരവാദത്തിൽ അധിഷ്ഠിതമാണ് എന്ന് വേണം പറയേണ്ടി വരുന്നത്. കാരണം മുമ്പ് പലപ്പോഴും 1971-ലും 99-ലുമൊക്കെ പരാജയപ്പെട്ട പാകിസ്ഥാൻ, ഇന്ത്യയോട് നേരിട്ട് പോരടിച്ച് പരാജയപ്പെട്ട പാകിസ്ഥാന് അതിൽ നിന്നൊന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ട് പ്രതിസന്ധികളാണുള്ളത്. ഒന്ന്, ഈ ഭരണ നേതൃത്വത്തിനേക്കാൾ ഉപരിയായി സൈനിക നേതൃത്വത്തിനാണ് ശക്തമായ ഒരു സ്വാധീനം, അല്ലെങ്കിൽ അവിടുത്തെ നിർണായകമായ തീരുമാനങ്ങളിലൊക്കെ വലിയ പങ്കുള്ളത്. അതുകൊണ്ട് തന്നെ സൈന്യം ഈ പറയുന്ന ഈ നടപടികളിലോട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ 100 കിലോമീറ്ററോളം ഉള്ളിൽ കടന്നുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തലോടലിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ താലോലിച്ച് വളർത്തിയിരുന്ന ഈ മുർഡിക്കയിലെയും അതുപോലെ തന്നെ ബാഹൽപൂരിലെയും ടെറർ ക്യാമ്പിൽ ജീവിച്ചിരുന്ന, സുഖവാസം അനുഭവിച്ചിരുന്നവർ, അവരെയാണ് ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഇന്നൊക്കെ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകൾ പ്രകാരം 150-ലധികം ഭീകരരാണ് ഇന്ത്യയുടെ ഈ 2 ക്യാമ്പുകളിലും, മുർഡിക്കയിലും അതുപോലെ തന്നെ ബാഹൽപൂരിലുമൊക്കെ ഉള്ള ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ടതായി വരുന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത, അവരൊരിക്കലും ആഗ്രഹിക്കാനാകാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു കടന്നുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇന്നലെ നമ്മൾ സംസാരിക്കുന്ന സമയത്തായിരുന്നു, ഇന്നലെ ജയലക്ഷ്മിയും ആര്യരും ഏതാണ്ട് ഇതേ സമയത്ത് സംസാരിക്കുന്ന സമയത്തായിരുന്നു, ലൈവ് റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു എൻ്റെ പിന്നിൽ, വാരകൾക്ക് പിന്നിൽ, ഒരു 100 മീറ്റർ പിന്നിൽ വലിയ ഉഗ്ര സ്ഫോടനവും ഈ ഷെല്ലിങ്ങും ഒക്കെ നടന്നിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രാത്രിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ. 3 ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ഉറങ്ങാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, വ്യക്തിപരമായി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ അങ്ങനെ ഒരു ഭയാശങ്കകളൊന്നും ഇല്ലായിരുന്നു. പൊതുവെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ അത് ഏത് സമയവും മാറാം.